بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. عن أبي ذر جندب بن جنادة رضي الله عنه قال أن ناسا قالوا يا رسول الله ذهب أهل الدثور بالأجور. أبو ذر رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസ്. സഹാബി പറയാണ്, ഒരു വിഭാഗം സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ദഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ, നമ്മുടെ കൂട്ടത്തിലുള്ള ധനികന്മാർ പ്രതിഫലം വാങ്ങിക്കൂട്ടുന്നു. യുസല്ലൂന കമാ നുസല്ലി, നമ്മൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു. വയസൂമൂന കമാ നസൂമു, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നു. വയതസദ്ദഖൂന ബിഫുദൂലി അംവാലിഹിം, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവർ ചെയ്യുന്നു. അവർ അവരുടെ സമ്പത്തിൽ സദഖകൾ നൽകുന്നു. നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് സമ്പത്തില്ല. ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിൽ സങ്കടപ്പെട്ട സഹാബാക്കളെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂന ബിഹി, അള്ളാഹു നിങ്ങൾക്കും സദഖകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ, ഓരോ തസ്ബീഹിനും സദഖയുടെ പ്രതിഫലമുണ്ട്. വകുല്ലി തക്ബീറത്തിൻ സദഖ, ഓരോ തക്ബീറിനും അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനും സദഖയുടെ പ്രതിഫലമുണ്ട്. വകുല്ലി തഹ്മീദത്തിൻ സദഖ, ഓരോ ഹംദ് പറയുന്നതിനും സദഖയുടെ പ്രതിഫലമുണ്ട്. വകുല്ലി തഹ്ലീലത്തിൻ സദഖ, ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയുന്നതിനും സദഖയുടെ പ്രതിഫലമുണ്ട്. വഅംറുൻ ബിൽ മഅറൂഫി സദഖ വനഹ്യുൻ അനിൽ മുൻകരി സദഖ, നന്മ കൽപ്പിക്കുന്നതും സദഖയാണ്, തിന്മ വിരോധിക്കുന്നതും സദഖയാണ്. ഇതൊക്കെ സദഖയുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്ന അമലുകളാണ്. വഫീ ബുൽഇ അഹദികും സദഖ, നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഇണചേരുന്നതും പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹവതഹു വയകൂനു ലഹു ഫീഹാ അജ്റുൻ, നമ്മൾ ഭാര്യമാരെ സമീപിക്കുന്നത് നമ്മുടെ ആ വികാരം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനും നമുക്ക് പ്രതിഫലമുണ്ടോ? സഹാബാക്കളുടെ സ്വാഭാവികമായ സംശയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ലൗ വളഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി വിസ്റുൻ, ആ വികാരം നിങ്ങൾ ഹറാമായ രീതിയിലൂടെയാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ടല്ലോ. ഫകദാലിക, അതേപോലെ ഇദാ വളഅഹാ ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ, ആ വികാരം ഹലാലായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ പൂർത്തീകരിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലവുമുണ്ട്. ഇതൊക്കെ എന്താണ്? സദഖയുടെ പ്രതിഫലങ്ങൾ ഉണ്ടാക്കുന്ന അമലുകളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നന്മകൾ വൈകിപ്പിക്കാൻ പാടില്ല. ഒരു തസ്ബീഹ്, ഒരു തക്ബീർ, ഇതൊക്കെ സദഖയുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്ന അമലുകളാണ്. അതാണ് അദ്ദേഹം ഈ ഹദീസ് ഇതിൽ കൊണ്ടുവന്നത്. സമ്പത്തില്ലെങ്കിലും സദഖയുടെ പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്താനുള്ള അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.